കൊടിക്കുന്നിലാണ്. ഇതും കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല മനുഷ്യനാണ്. എല്ലാത്തിനും ഒരു മാറ്റം വേണം. എപ്പോഴും ഒരാളെ തന്നെ ഭരിച്ചിട്ട് കാര്യമില്ല. ആർക്ക് വോട്ട് ചെയ്യുമെന്ന് പറയണ്ട, ആർക്കാ സാധ്യത? ഭൂരിപക്ഷത്തോടെ ജയിക്കട്ടെ ഒരാള്. ആരേലും ഒരാളല്ല ജയിക്കത്തുള്ളൂ, അത് ആരേലും ആയി. ഇനിയിപ്പോൾ അരുൺ ചിലപ്പോൾ ജയിക്കാൻ ചാൻസ് ഉണ്ട് കൂടുതൽ. കാരണം വെച്ചാൽ ഇത്ര നാൾ ഇപ്പോൾ ആ പുള്ളി തന്നെയല്ലേ നിന്ന് കുടിക്കുന്നില്ല തന്നെയല്ലേ നിൽക്കുന്നത്. അപ്പം പുള്ളി തന്നെ പുള്ളിയുടെ ഭരണം തന്നെ ചിലപ്പോൾ ചിലർക്ക് മടുത്താലും. കൊടുക്കുന്ന സുരേഷ ഒത്തിരി വർഷങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത്, പുള്ളിക്കാരന് തന്നെ സാധ്യത കാണുന്നു. പുള്ളി ഇവിടുത്തെ ഒരു സ്ഥിരം മെമ്പറായിട്ട് ഇങ്ങനെ 15 കൊല്ലമായിട്ട് ഞങ്ങളുടെ കൂടെ ഒക്കെ ഉണ്ട്. ഞങ്ങൾ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ വരും, കല്യാണത്തിനൊക്കെ വന്ന് വരാറുണ്ട്. ഞാൻ 3 നാളെ പുള്ളിക്ക് സദ്യയൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു BJP സപ്പോർട്ടാണെങ്കിലും മോദിയുടെ സപ്പോർട്ടാണെങ്കിലും ഇവിടെ സാധ്യത കൊടുക്കുന്നില്ലേ ഉള്ളൂ. കൊടുക്കുന്ന സുരേഷിനെ ഞങ്ങൾ ജയിച്ചു പോയിട്ടൊന്നും ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ, ഒരു കാര്യങ്ങൾക്കും കണ്ടിട്ടില്ല. പിന്നെ കാണാത്ത ഒരാൾക്കാരിൽ വോട്ട് ചെയ്യുമോ? മാവേലിക്കര ഇപ്രാവശ്യം മാറും, ഉറപ്പായിട്ടും മാറും. കൊടിക്കുന്നിൽ നല്ലൊരു MP ആണെന്നാണോ? ആണെന്നാണ്. ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണെന്നാണ് നമ്മുടെ ധാരണ. മൊത്തത്തിൽ ആർക്കെങ്കിലും ഒരു എഡ്ജ് ഉണ്ടോ? എഴുതി ഇതുവരെ ആർക്കും ഇല്ല. ഇപ്പോഴത്തെ ഭരണം മാറണമെന്നാണ് ആഗ്രഹം. അതായത് കൊടിക്കുന്നിലാണ് ഇവിടെ തുടരുന്ന ആൾ, ഒരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ? മാറ്റം വേണം. ഇപ്പോഴ് വരുന്ന ഏത് രാഷ്ട്രീയ പ്രവർത്തകരായാലും നമുക്കൊരു നന്മ ചെയ്യുമെന്ന് യാതൊരു വിശ്വാസവും ഇല്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ജനങ്ങളുടെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഇത്. മൊത്തം ആ മണ്ഡലത്തിൻ്റെ ഒരു വികാരം ഒപ്പീനിയനായിട്ട് കണക്കാക്കാൻ കഴിയില്ല. KR സാജു ഉണ്ട് മാവേലിക്കരയെ കുറിച്ച് പറയാൻ. സാജു, കൊടിക്കുന്നിലിനെ ആളുകൾക്ക് മടുത്തോ? അതായത് കുറേ നാളായി ഒരേ മുഖം തന്നെ കാണുമെന്ന് മാറിപ്പിടിക്കാം എന്നാണോ ആളുകൾ ചിന്തിക്കുന്നത്? അതാണോ ഇപ്പോൾ മത്സരം കടുക്കാൻ കാരണം? അതല്ല മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ടോ? അജിംസെ, മാവേലിക്കരയിലെ മത്സരത്തെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു ക്രിക്കറ്റ് ഭാഷയിലാണെങ്കിൽ ഒന്നാം തരം സൂപ്പർ ഓവറിലാണ് ഇപ്പോൾ ഈ മത്സരം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന നിരങ്ങളിൽ നടക്കുന്നതെന്ന് പറയാം. നമ്മൾ നേരത്തെയുള്ള തിരഞ്ഞെടുപ്പ് ചരിത്രമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര എന്ന ഇപ്പോഴത്തെ മണ്ഡലം വന്നതിന് ശേഷമുള്ള 15 വർഷക്കാലത്തെ 3 തെരഞ്ഞെടുപ്പുകളിൽ കൊടിക്കുന്നിലിന് അനുകൂലമായിരുന്നു. പക്ഷേ ഇത്തവണ അത്രത്തോളം കാര്യങ്ങൾ അനുകൂലമല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരാളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്ന ഒരു മടുപ്പുണ്ട്. അത് ചില വോട്ടർമാരെ, ഒരു വിഭാഗം വോട്ടർമാരെ സ്വാധീനിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ മണ്ഡലത്തിൽ എന്നാണ് ആ മണ്ഡലത്തിലൂടെ ഉടനീളം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ മറികടക്കാനുള്ള ആയുധങ്ങളും കൊടിക്കുന്നിലിൻ്റെ കൈവശം ഉണ്ട്. കൊടിക്കുന്നിലിന് അനുകൂലമായ മറ്റു ചില ഘടകങ്ങൾ കൂടി അവിടെ വന്നതോടുകൂടിയാണ് പോരാട്ടം ഒരു തീവാറുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരായ വികാരം അടിത്തട്ടിലല്ല, പ്രകടമായി വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ കാണാൻ കഴിയുന്ന മണ്ഡലമായി മാവേലിക്കര മാറിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം വന്നിരിക്കുന്ന കുടിശ്ശികകൾ വോട്ടർമാർ നമ്മളോട് എടുത്തു കാണിക്കുന്ന രീതിയിൽ നമ്മൾ ഫ്ലോട്ടിംഗ് വോട്ടർമാർ എന്ന് പറയുന്ന നിഷ്പക്ഷ വോട്ടർമാർ എന്ന് കരുതാവുന്നവർ പോലും ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടമാണ് മാവേലിക്കരയിലുള്ളത്. 2 കാര്യത്തിലാണ് അവിടെ പ്രചരണത്തിൽ ഉടനീളം നടന്ന തർക്കങ്ങൾ അല്ലെങ്കിൽ പ്രചാരണ വിഷയങ്ങളായി മാറിയത്. ഒന്ന്, പരിചയസമ്പത്തും യുവത്വവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നുള്ള കാര്യമാണ്. അവിടെ പരിചയസമ്പത്തിൽ കൊടിക്കുന്നിലിന് മാർക്ക് കൂടുതലാണ്. പക്ഷേ യുവത്വമുള്ള LDFിൻ്റെ സ്ഥാനാർത്ഥിയായ അരുൺകുമാർ LDFിൻ്റെ സജീവ പ്രവർത്തകൻ എന്ന നിലയിൽ മണ്ഡലത്തിൽ അതിനു മുമ്പും നിറഞ്ഞു നിന്ന ആളാണ്. പുതുതായി പരിചയപ്പെടുത്തേണ്ടി വന്നില്ല. അതോടുകൂടിയാണ് ആ മത്സരത്തിന് വാശിയും വീറുമൊക്കെ വന്നത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, നമുക്ക് ഈ മണ്ഡലത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ കൊല്ലവും കോട്ടയവും ആലപ്പുഴയും മണ്ഡലത്തിൻ്റെ ഭാഗമായി, ആ ജില്ലകളിലെ വിവിധ മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ ഭാഗമായി വരുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഓണാട്ടുകരയും കുട്ടനാടും ഒക്കെ ഉൾപ്പെടുന്ന മണ്ഡലം റബ്ബറും അതുപോലെ നെല്ലും കശുവണ്ടിയുമൊക്കെ വിധിയെഴുത്തിൽ നിർണായകവുമായി മാറും. ഇതുമായി ബന്ധപ്പെട്ട് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട അടക്കം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വീഴ്ചകളുമൊക്കെ LDFിന് ഒരു തിരിച്ചടിയായി മാറുന്നുണ്ട് മണ്ഡലത്തിൽ. മറ്റൊന്ന്, വികസനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. കാര്യമായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നില്ല എന്നാണ് LDFിൻ്റെ പ്രചരണം. അതും ഒരു വിഭാഗം വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം, താൻ കൊണ്ടുവന്ന ട്രെയിനുകളുടെ എണ്ണം, ഇങ്ങനെ ഒപ്പം തന്നെ റബ്ബർ ഫാക്ടറി അടക്കമുള്ളവ പറഞ്ഞുകൊണ്ടാണ് ഇതിന് മറുപടിയായി കൊടിക്കുന്നിൽ സുരേഷും മുന്നോട്ട് പോകുന്നത്. ഇതിനൊപ്പം തന്നെ സാമുദായിക സമവാക്യങ്ങൾ, ഈ ഘടകങ്ങളൊക്കെയാണ് മാവേലിക്കരയിലെ മത്സരം കടുത്തതാക്കുന്നത്. PT നാസർ കൂടി ചേരുന്നു. നാസർ, അതിനു മുമ്പ് നാസറിലേക്ക് വരാം. അതിനു മുമ്പ് ഈ സ്ഥാനാർത്ഥികളോട് ചില ചോദ്യങ്ങൾ ഞങ്ങളുടെ പ്രതിനിധികൾ ചോദിച്ചു, അതൊന്ന് കേൾക്കാം. എല്ലാ മേഖലയിലും UDFിന് അനുകൂലമായ ഒരു ട്രെൻഡ് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാവേലിക്കര മാറിയിരിക്കുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞത് മാവേലിക്കര മാറുമെന്നൊക്കെയാണ്. പക്ഷേ ഞങ്ങളുടെ 3ാം ഘട്ട സ്വീകരണത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് മാവേലിക്കര മാറിയിരിക്കുന്നു എന്നാണ്. ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല, എന്നാലും മികച്ച ഭൂരിപക്ഷത്തിൽ
ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും മണ്ഡലത്തിലുണ്ട്. പിന്നെ ഞങ്ങൾ ഇടതുപക്ഷമല്ലേ, ഞങ്ങൾക്ക് നല്ല കൃത്യമായ ധാരണയൊക്കെ. പരിചയസമ്പത്താണ് ഏറ്റവും പ്രധാനം. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ 543 MPമാർക്കും എന്നെ നേരിട്ടറിയാം. എൻ്റെ സീനിയോറിറ്റി പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതാണ് MPമാരുടെ ഇടയിലും മന്ത്രിമാരുടെ ഇടയിലും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സീനിയോറിറ്റി ഉള്ളതുകൊണ്ട് ഈ വർഷങ്ങളിലൊക്കെ തന്നെ പാർലമെൻറ്റ് മണ്ഡലത്തിന് നേട്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ യുവത്വത്തെ സംബന്ധിച്ച് ഇവിടുത്തെ എതിർ സ്ഥാനാർത്ഥിക്കാണ് തർക്കം. ഇവിടെ നിൽക്കുന്ന നമ്മുടെ ആളുകൾക്കൊന്നും മഹാ വിഷയങ്ങളില്ല. പരിചയസമ്പത്തൊന്നും ഒരു പ്രശ്നമല്ല. ദീർഘകാലത്തെ പൊതുരംഗത്ത് നിന്നയാളാണ്. വികസനത്തെ, ഈ മണ്ഡലത്തിനകത്ത് വികസനത്തെക്കുറിച്ചും അതുപോലെ MPയുടെ സാന്നിധ്യമില്ലെന്ന് പറഞ്ഞതിനെക്കുറിച്ചും അവരെന്തൊക്കെ ആരോപണങ്ങൾ എനിക്കെതിരെ ഉന്നയിക്കുന്നുവോ അതിന് അവരുമായി സംവാദത്തിന് ഞാൻ തയ്യാറാണ്. അവർ വരട്ടെ. വികസനം ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവസാനം ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞിട്ട് യാതൊരു വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതൊക്കെ ഈ നാടിന് നല്ലോണം അറിയാം. ഇതാണ് ആ ചോദ്യങ്ങൾക്കുള്ള സ്ഥാനാർത്ഥികളുടെ മറുപടി. PT നാസർ ചേരുന്നു. നാസർ, ഈ 3 ജില്ലകളിൽ 3 വ്യത്യസ്ത ജിയോഗ്രഫിയിൽ വ്യാപിച്ചു കിടക്കുന്ന പലതരം സംസ്കാരങ്ങൾ, പലതരം ജീവിത രീതികളൊക്കെ ഉള്ള ഒരു മണ്ഡലമാണ് മാവേലിക്കര. പക്ഷേ കൊടിക്കുന്നിൽ 3 തവണ തുടർച്ചയായി ജയിച്ചു. പക്ഷേ ഇക്കുറി എന്തുകൊണ്ടാകും കൊടിക്കുന്നിലിന് കാര്യങ്ങൾ എളുപ്പമല്ലാതാവുന്നത്? ഈ പിന്നെ വ്യത്യസ്ത 3 ജില്ലകളിൽ പരന്നു കിടക്കുന്നതൊന്നും മാത്രമല്ല, അതിൻ്റെ ഡെമോഗ്രഫിയും അങ്ങേയറ്റം വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്കറിയാം, പിന്നെ കോട്ടയം ജില്ലയിൽ നിന്ന് ആ പാർലമെൻ്റൽ മണ്ഡലത്തിലുള്ള മണ്ഡലം എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയാണ്, NSSൻ്റെ ആസ്ഥാനം. അങ്ങനെ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 കത്തോലിക്ക രൂപതകളുടെ ആസ്ഥാനം, മറ്റു നിരവധി സ്ഥാപനങ്ങളുടെ, നിരവധി പിന്നെ ചർച്ചുകളുടെ, നിരവധി ഭദ്രാസന അധിപതികളുടെ ആസ്ഥാനം, ഇതൊക്കെ പോയിട്ട് മുസ്ലിം സമുദായത്തിലും ചില കേന്ദ്രങ്ങളിൽ ഏതാണ്ട് 4 അസംബ്ലി മണ്ഡലങ്ങളിലും ചില കേന്ദ്രങ്ങളിൽ മുസ്ലിം വോട്ടുകൾ കാര്യമായിട്ടുണ്ട്. ഈ നമ്മുടെ അബ്ദുൽ നാസർ മദനിയുടെ ജന്മവീടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമായ അൻവാർച്ചേരി എത്തിക്കാനെയും ഉൾക്കൊള്ളുന്നത് ഈ അവിടുത്തെ കുന്നത്തൂർ മണ്ഡലത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഡെമോഗ്രാഫി എടുത്തു നോക്കിയാലും വളരെ വ്യത്യസ്തം ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ആർക്ക് എങ്ങോട്ട് എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആ മണ്ഡലത്തിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ CA അനിൽകുമാർ സ്ഥാനാർത്ഥി പറയുന്ന അത്ര തന്നെ കടുപ്പിച്ച് ഈ LDF നേതൃത്വം ആ മണ്ഡലത്തിനെ കുറിച്ച് പറയുന്നില്ല. കാരണം LDFൻ്റെ പട്ടികയിൽ ഞാൻ അറിഞ്ഞെടുത്തോളം LDFൻ്റെ പട്ടികയിൽ വിജയസാധ്യത ഉറപ്പിച്ച അവരുടെ മണ്ഡലത്തിൽ അതില്ല. ഒരു നല്ല തോതിലുള്ള ഒരു LDF അനുകൂല തരംഗം ഉണ്ടാവുകയാണെങ്കിൽ ഒരു 7 സീറ്റ് വരെയൊക്കെ കേരളത്തിൽ ജയിച്ചു വരികയാണെങ്കിൽ അതിലൊന്ന് മാവേലിക്കര എന്ന് പറയുന്ന തരത്തിലാണ് LDF അതിനെ കണക്ക് കൂട്ടും. ഏതായാലും അരുൺകുമാറും CPIക്കാരും കണക്ക് കൂട്ടാൻ, അവർ ജയിക്കുമെന്ന് കണക്ക് കൂട്ടുന്നതിന് ഞാൻ കാണുന്നത് 2 കാരണങ്ങളുണ്ട്. അത് രണ്ടും രാഷ്ട്രീയ കാരണങ്ങളാണ്. ഒന്ന്, പിന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDFൽ പോയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ പറയുന്നത് പോലെ കോട്ടയത്തും ആലപ്പുഴ ജില്ലയിലുമൊക്കെയും അവർക്ക് കാര്യമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനം അളക്കേണ്ടതുണ്ട്. ഒന്നതാണ്. 2, PDP പരസ്യമായി LDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. PDP അറിയാമല്ലോ, PDPയുടെ അവിടുത്തെ പിന്നെ സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞു. തന്നെയുമല്ല, ഈ മാവേലിക്കരയിലെ മുസ്ലിം വോട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 80% PDP വോട്ട് എന്ന് പറയാവുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേരള കോൺഗ്രസ് LDFലേക്ക് പോയതിനു ശേഷവും PDP പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷവും നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നതിനാൽ ന്യൂനപക്ഷ വോട്ടുകൾ കാര്യമായിട്ട് തന്നെ LDFന് കിട്ടാൻ ആ മണ്ഡലത്തിൽ സ്വാധീനമുണ്ട് എന്ന് പറയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും PDP പോസ്റ്റർ അടിച്ച് പ്രചരണം ചെയ്ത് പരസ്യമായി LDFന് വോട്ട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് തുടങ്ങിയതിന് ശേഷം അത് ഏത് തരത്തിലാണ് പ്രതിഫലിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും ഉറപ്പുമില്ല. അതുകൊണ്ടൊക്കെ കൂടിയാണ് ആ മണ്ഡലം കടുത്ത മത്സരത്തിലേക്ക് കിടക്കുന്നത്. ശരി, ഒരു അനിശ്ചിതാവസ്ഥ എന്ത് സംഭവിക്കും, അവിടെ എന്ത് പ്രവചിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് മാവേലിക്കരയെ ഈ കുറി ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്.